സ്തുതിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹാർവസ്റ്റ് TV ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാർവസ്റ്റ് TV ഒരുക്കിയ പ്രവാസി സംഗീതത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ലിയ ഷാജി മാത്യു ആണ്. ലിയയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ലിയ, എന്തോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ലിയ എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. സ്കൂള് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ. ലിയ ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അല്ലേ? അതെ അല്ലേ. നാട്ടിലെ സ്ഥലം? നാട്ടിൽ ഞാൻ നിലമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നിലമ്പൂരാണ്. പേരൻസ് ഇവിടെ ഉണ്ട് അല്ലേ? അതെ, ഉണ്ട്. സിബ്ലിങ്സോ? എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. എനിക്കൊരു ചേച്ചിയും എനിക്കൊരു അനിയനും ഉണ്ട്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഓസ്ട്രേലിയയിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ബ്രദർ ഇപ്പം 4ാം ക്ലാസ് പഠിക്കുന്നു. ചേച്ചിയുടെ പേരെന്തോ? ലിഷ ഷാജി മാത്യു. ബ്രദറിൻ്റെ പേരോ? മാത്യു ഷാജി മാത്യു. മാത്യു ഷാജി. വീട്ടിൽ വിളിക്കുന്ന പേരോ? മാത്തു എന്നാണ് വിളിക്കുന്നത്. ഓ, അത് ശരി ശരി. ലിയ പഠിച്ചത് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളാണ് അല്ലേ? അതെ. ജനിച്ചത് ഇവിടെ ആയിരുന്നുകൊണ്ട് നഴ്സറി തൊട്ടേ അവിടെ തന്നെ ആയിരുന്നു. സ്കൂൾ മാറിയോ ഇടയ്ക്ക്? ഇടയ്ക്കൊരു വർഷം മാറിയായിരുന്നു. നാട്ടിൽ ഫാത്തിമഗിരി എന്ന് പറഞ്ഞൊരു സ്കൂളിലോട്ട് മാറി. അത് ശരി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നു. ചേച്ചി ഇവിടെ തന്നെയാണോ പഠിച്ചതൊക്കെ? 10th വരെ ഇവിടെ പഠിച്ചത്. 11th എന്നിട്ട് നാട്ടിൽ പോയി. എത്ര വർഷമായി ചേച്ചി ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട്? ഓസ്ട്രേലിയയിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 years ആയി കാണും. നാട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടോ 2 വീട്ടിലും? നാട്ടിൽ പപ്പയുടെ വീട്ടിൽ അമ്മച്ചിയുണ്ട്, അമ്മയുടെ വീട്ടിൽ അപ്പച്ചനുണ്ട്. നാട്ടിൽ പോകാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. വെക്കേഷൻ ഇവിടെ തന്നെ ആയിരിക്കും അതോ? അതെ, ഇവിടെ തന്നെ ആയിരിക്കും. എങ്ങനെയുണ്ട് പഠിത്തം? കുഴപ്പമില്ല. ആർക്ക് കുഴപ്പമില്ല? എനിക്ക് കുഴപ്പമില്ല. പഠിപ്പിക്കുന്നവർക്ക് കുഴപ്പമില്ലെന്നോ? പഠിപ്പിക്കുന്നവർക്ക് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മാർക്ക്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വരും, ഇപ്പോൾ വരും. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അതൊട്ട് അറിഞ്ഞിട്ട് വേണം. ലിയ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അല്ലേ? സത്യമായിരിക്കും. ലിയ കള്ളം പറയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ലിയ ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? അമ്മയാണോ? അത് രണ്ടുപേരും? തീർച്ചയായും രണ്ടുപേരും ഉണ്ടാവും. രണ്ടുപേരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നിർബന്ധിക്കുന്നത് അമ്മയാണ്. രണ്ടുപേരും നിർബന്ധിക്കും. ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ അമ്മച്ചി കുറച്ചും കൂടി നിർബന്ധിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും ഭയങ്കര സപ്പോർട്ടീവാണ്. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഈ ഗ്രാൻഡ് പേരൻസ് നിർബന്ധിക്കും അല്ലേ? അവരാണ് പലരെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എൻ്റെ ഒരു കൊച്ചുമോൾ അവിടെ ഉണ്ട്, പാടും എന്നൊക്കെ. ഗ്രാൻഡ് പേരൻസിന് കിട്ടുന്ന ഒരു വലിയ ഒരു ചിന്തയാണ് നമ്മളെ ശരിക്കും ഈ സബ്ജക്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ലിയ, അതൊരു വലിയ കാര്യം. എന്ത് ചോദിച്ചാൽ ലിയ എന്ന് വിളിച്ചാൽ അവരെന്തോ വിളി കേൾക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പാട്ടം കേൾക്കാം. ആദ്യത്തെ പാട്ടങ്ങ് പാടാം അല്ലേ? ഒരു പക്ഷേ ഈ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിരിക്കും. പിന്നെ ലിയയെ പോലെ സ്കൂൾ വിദ്യാർത്ഥിനികളെയൊക്കെ കണ്ടേ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രേക്ഷകർക്കൊരു വലിയ സന്തോഷമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിലെ നിങ്ങളുടെ താലന്തുകൾ ദൈവനാമത്തിനായിട്ട് ഉപയോഗിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ പ്രേക്ഷകർക്ക് അതൊരു വലിയ സന്തോഷം. ഏത് പാട്ടായിരിക്കും ലിയ ആദ്യം സെലക്ട് ചെയ്തേക്കുന്നത്? ഞാൻ ഗാഗുൽത്ത മലയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലികൾ. എനിക്കൊന്ന് ഞങ്ങളൊക്കെ കൊച്ചിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യം കണ്ട ഒരു പടം തന്നെ ജീസസ് എന്നൊരു പത്രം. എങ്ങനെ ആ സമയത്താണ് ഈ ഗാഗുൽത്ത മല എഴുതിയത് ആരാണെന്നറിയാമോ? അറിയാം, ഫാദർ ആബേലച്ചൻ. ആബേലച്ചനാണ് ശരിക്കും നമുക്ക് കുറേ നല്ല പാട്ടുകൾ തന്ന ഒരു നല്ല വൈദികനായിരുന്നു ആബേലച്ചൻ. ആബേലച്ചൻ നല്ല ഒത്തിരി പാട്ടുകളുണ്ട്. ഈ ഗാഗുൽത്ത മല തൊട്ട് ഇങ്ങോട്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ ആബേലച്ചൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ആബേലച്ചൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമുക്കാദ്യം ലിയയുടെ ഗാഗുൽത്ത മലയിൽ നിന്നുള്ള പാട്ട് കേൾക്കാം.
വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ലിയ എന്തോ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. Thank you, സത്യം. കാരണം ഈ പാട്ട് സാധാരണ അധികം പേരും അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു പാട്ടല്ല. കാരണം ഇത് മനസ്സിൽ ഭയങ്കര പാടിക്കൊണ്ട് ഞാൻ പക്ഷേ പാടുമ്പോൾ ഇതൊരു പൂർത്തിയാക്കാൻ പറ്റാതായി പോകും. കാരണം ഈ മനസ്സിൽ അത് ആ രംഗമൊക്കെ ഉൾക്കൊള്ളും. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാർ ഒരുക്കി വെച്ചു, പക്ഷേ എങ്കിലും നീ എനിക്ക് തിരിച്ച് ചെയ്തത് ഇതാണല്ലോ എന്നൊരു വലിയൊരു ഫീൽ. ഒരു അച്ഛൻ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അത്രയധികം അങ്ങ് പിടിച്ച് അടക്കിയ ഒരു നല്ല പാട്ടാണ്. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ലിയയുടെ മനസ്സിൽ പ്ലാൻ, പദ്ധതി എന്താണ്? ലിയയ്ക്ക് ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും, എനിക്ക് വളർന്നു വരുമ്പോൾ ഈ പാട്ട് കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രൊഫഷണലി ഇങ്ങനെ തന്നെ പാട്ടുമായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെയാണ്. എന്താ ലിയയുടെ മനസ്സിലൊരു ആഗ്രഹം? എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ആക്ച്വലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പാട്ട് പാടാനാണ്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ പ്രൊഫഷണലി ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊരു ഡോക്ടർ മെഡിസിനിന് താല്പര്യമുണ്ട്. ഓ, വെരി ഗുഡ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സംഗീതം കൊണ്ടുപോകാൻ വേണമല്ലേ? താല്പര്യം. സംഗീതം നമുക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ജോലിയിൽ വേറൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും സംഗീതം നമുക്ക് കൊണ്ടുപോകാം. ഈ ലിയയുടെ ഈ ജീവിതത്തിലുള്ള ഈ സംഗീതത്തിലുള്ള അച്ചീവ്മെൻറ്റുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ ലിയ പാടാറുണ്ടല്ലേ? എങ്ങനെയൊക്കെയുണ്ടോ? അല്ലെ മറ്റ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? സ്കൂളിൽ ഞാൻ പാടാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ പരിപാടികൾ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പം അതിനൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ഞാൻ സന്തോഷത്തോടെ പോയി പാടാറുണ്ട്. പള്ളി ഏതാണ്? കുവൈറ്റ് സിറ്റി മർത്തോമ പാരിഷ്. കുവൈറ്റ് സിറ്റി മർത്തോമ പാരിഷ്. കൊയറിലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ കൊയറിലില്ല. എന്നാൽ സഖ്യത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും ഒക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കാം. അവിടെയൊക്കെ നന്നായിട്ട് പാടി നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ലിയ, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം അതാ, ലിയ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സംഗീതം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നല്ല പാട്ടുകാരിയാവണം. ലിയ, നമുക്ക് തീർച്ചയായിട്ടും എന്നാൽ പിന്നെ അടുത്തൊരു പാട്ടൂടെ കേൾക്കാം. ഷുവർ. ഏത് പാട്ടായിരിക്കും? അടുത്തായിട്ട് ഞാൻ നിത്യസ്നേഹത്താൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ് പാടുന്നത്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. പിന്നെ അമ്മയേകിടും സ്നേഹത്തേക്കാൾ. അത് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അമ്മയേകിടും സ്നേഹത്തേക്കാൾ അല്ലേ? അങ്ങനെ ഒരു വലിയ ഒരു അത് നമ്മുടെ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ. അത് അമ്മ തരുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം തന്നവനായ ഒരു ദൈവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാം. ആ പാട്ടിലേക്ക് കിടക്കാം.
മുഴുവതും കുമ്പിട്ടിടും ഞാൻ സത്യദൈവമാമേശുവിനെ സ്വർഗനാടതിലേശുവിനെ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. ലിയ, എന്തോ ഇങ്ങനെ എന്തോ പറഞ്ഞ് ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ ലിയയോട് സംസാരിച്ചപ്പം, പേരൻസിനോട് സംസാരിച്ചപ്പോഴും എന്തെങ്കിലും ഓപ്ഷൻസ് നന്നായിട്ട് പാടാൻ പറ്റുന്ന പാട്ട്, ഒത്തിരിയും പാട്ടുകളുണ്ട്. അതിൽ നിന്നും ഈ നിത്യസ്നേഹത്താൽ എന്നുള്ള ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? അറിയാം, ബ്രദർ സാമുവൽ വിൽസൺ സാറാണ് എഴുതിയിരിക്കുന്നത്. ബ്രദർ സാമുവൽ വിൽസൺ സാറിൻ്റെ ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് കേട്ടപ്പോൾ അതിനകത്തൊരു വരിയുണ്ട് കേട്ടോ. എന്താ, നിന്നെ വിട്ടെങ്ങും പോകയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രേക്ഷകർ കേൾക്കുന്നതാണ്. അതൊരു വലിയ ബോണ്ടേജാണ്. ഈ തമ്പുരാനെ വിട്ട് നമ്മളെങ്ങും പോകത്തില്ല. മതി, തമ്പുരാൻ മതി നമ്മുടെ കൂടെ. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വേറെ ജോലിയാണെങ്കിൽ പോലും ഇത് സംഗീതം വിട്ട് കളയരുത്. തമ്പുരാൻ തന്ന വലിയൊരു താലന്താണ്. ഒത്തിരിയും പേർക്ക് ലഭിക്കാത്ത ഒരു താലന്താണ്. ഇത് പാടിയത് ആര് പാടിയതാണ് ഇഷ്ടപ്പെട്ടതില്ല? ഇത് ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ചിത്ര ചേച്ചി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചിത്ര ചേച്ചി പാടിയതാണ്. ഈ ചിത്ര ചേച്ചി പാടുമ്പോഴും ഇതുപോലൊരു ഫീലിംഗ് ആകട്ടോ. എന്ത് ചിത്ര ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിത്ര ചേച്ചിയുടെ പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പഠിക്കണം. ഒരു പക്ഷേ ഈ സംഗീത സംവിധായകൻ മനസ്സിൽ പോലും ഓർത്തിട്ടില്ലാത്ത ചില സംഗതികൾ ഈ ചിത്ര ചേച്ചിയുടെ ഈ മനോധർമ്മ സംഗീതം എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവർ അതിനകത്ത് മാക്സ് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ പാട്ട് പഠിക്കുമ്പോൾ അത്ര ഡീറ്റെയിലായിട്ട് പഠിച്ചു. നന്നായിട്ട് തന്നെ ലിയ ഇത് പാടുകയും ചെയ്തു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേ ഞങ്ങൾക്കൊന്നുകൂടെ ചോദിച്ചോട്ടെ, നാട്ടിലെ പേരൻസ് അല്ലേ, നാട്ടിൽ പോകുമ്പോൾ പേരൻസിൻ്റെ കൂടെ, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ഞങ്ങളെപ്പോഴും എല്ലാവരോടും പറയും, ഈ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നന്മയിലൊക്കെ നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളുടെയൊക്കെ കണ്ണുനീരും കഷ്ടതയും പാടുമൊക്കെയാണ് നമുക്ക് ഈ പ്രദേശത്ത് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെ മറന്നു പോകാതെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നല്ല പാട്ടുകാരി ആവണം, അല്ലെങ്കിൽ ഇനി എത്രയും പാടാൻ അവസരം കിട്ടിയാലും എനിക്കെൻ്റെ ദൈവത്തിന് വേണ്ടി പാടാൻ കഴിയണം എന്നൊരാഗ്രഹം പഠിത്തത്തോടൊപ്പം മനസ്സിൽ കൊണ്ടു വളർത്തണം. അത് വളരണമെങ്കിൽ നമ്മുടെ സഭയോടും, നമ്മുടെ സൺഡേ സ്കൂള്, നമ്മുടെ കൊയറുകൾ സഭയോട് ചേർന്ന് നിന്ന് വളരുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണ വളർച്ച ഉണ്ടാകും. നമ്മൾ പറഞ്ഞില്ലേ, ഈ സെക്യുലർ സംഗീതമല്ലാതെ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സംഗീതത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ സംഗീതവും ലിയയുടെ ആത്മീയ ജീവിതവും സ്പിരിച്വൽ ലൈഫിൽ ഇതിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, ഒരു സാക്ഷ്യം വല്ലതും പറയാൻ ലിയയ്ക്കുണ്ടോ? ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നത് തന്നെ ആ ഒരു ടെസ്റ്റിമോണിയിൽ തുടങ്ങാം. ആക്ച്വലി എൻ്റെ മമ്മി പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് തന്നെ. അതെ, കുവൈറ്റിൽ ഒരു ബസ് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ചു ലൈക്ക് ഞാൻ വരത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വലിയ കരം അവിടെ പ്രയോഗിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ ലൈഫ് തന്നെ ഒരു ടെസ്റ്റിമോണിയാണ്. അമ്മ എപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ അമ്മ പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ലിയ എന്നൊരു പേര് പോലും അങ്ങനെ തന്നെ ആയിരിക്കും. അന്നേ ദൈവം തന്നു എന്നുള്ളൊരു വലിയ അതിശയമാണ്. ലിയ, നമുക്കൊരു കുഞ്ഞിനെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കിട്ടുക എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലാണ് നമ്മൾ അറിയുന്നത്. പലപ്പോഴും നമുക്കിങ്ങനെ ഈ ചെറിയ പ്രയാസങ്ങളൊക്കെ വരും, നമ്മൾ വിചാരിക്കും ദൈവമേ ഇതെങ്ങനെ എനിക്ക് വന്നു അല്ലേ. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ഒരുപക്ഷെ അമ്മ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചേ,
ദൈവമേ എനിക്കിതെങ്ങനെ സംഭവിച്ചു. പക്ഷേ അതിനപ്പുറത്ത് അമ്മയെ ധൈര്യപ്പെടുത്തിയ വേറൊരു കാര്യമുണ്ട്. ഇത്രയുമേ സംഭവിച്ചുള്ളല്ലോ അല്ലേ, ഒരു വലിയ വ്യസന കാരണമാകാവുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം കൊടുത്തൊരു വലിയ വിടുതൽ അലിയ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, പക്ഷേ മറ്റു പലരും ഇത് ആദ്യമായിട്ട് കേൾക്കുകയാവും. അതൊരു വലിയ അനുഭവം തന്നെയല്ലേ. ഈ കേൾക്കുന്നവർക്ക് ഒരു വലിയ സന്തോഷമാകട്ടെ, ഒരു സന്തോഷമായ ഒരു അനുഭവം എല്ലാവരുടെയും മനസ്സിലാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇല്ല, ഈ പാട്ട് എന്നല്ലാതെ വേറെ എന്താ എക്സ്ട്രാ കരിക്കുലർ? ഞാൻ വരയ്ക്കും, ഡ്രോയിങ്, അതെ വരയ്ക്കും, പെൻസിൽ ഡ്രോയിങ്, അതെ അതെ രണ്ടും ഉണ്ട്. പെയിൻറ്റിങ്, പെൻസിൽ, ബോട്ടിൽ ആർട്ടൊക്കെ ഇച്ചിരി ചെയ്യും, ഇച്ചിരി ഉണ്ട്. എന്തെങ്കിലും എൻ്റെ ഒരു പടം വരച്ചു തരുമോ? വരയ്ക്കാം, തീർച്ചയായിട്ടും വരച്ചു തരാം. പിന്നെ എനിക്കത് ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ മദർ വരയ്ക്കുമായിരുന്നു. അങ്ങനെ കുറേ, പിന്നെ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാറുണ്ട്, സ്കൂളിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വയ്യ. പിന്നെ എല്ലാം കൊണ്ടും ദൈവം കൊടുത്ത താലന്തിനെ മൂടി വെക്കാത്ത ഒരാളാണ് അല്ലേ. അല്ല, എനിക്കിത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ചെയ്തേനെ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ദൈവം ഇങ്ങനൊരു കഴിവ് തന്നില്ല. പക്ഷേ ദൈവം എനിക്ക് തന്ന കഴിവിനെ ഭംഗിയായിട്ട് ലിയ ഈ ചെറുപ്രായത്തിലല്ലേ, ലിയ പോലെ ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഇത്രയും തുറന്ന സാക്ഷ്യം പറയുന്നത് ഇത് ഒത്തിരി പേരുടെ അനുഭവമായിത്തീരും, ഒത്തിരി പേർക്ക് അതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്തായാലും ലിയ ഹാർവസ്റ്റ് TV ഒരുക്കിയ പ്രവാസി സംഗീതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും പാട്ടിൻ്റെ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പ്രേക്ഷകരുമായിട്ട് ഒരുമിച്ച് പങ്കുവെക്കുവാനും ഇടയായതിൽ ഹാർവസ്റ്റ് TVക്കുള്ള എല്ലാ അനുമോദനങ്ങളും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ലിയയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു സാക്ഷ്യം നിലനിർത്തുവാനും അനേകർക്ക് ഈ വഴിയിലേക്ക് വരുവാനുള്ളൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഹാർവസ്റ്റ് TVയുടെ എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. താങ്ക് യു സർ. ഹാർവസ്റ്റ് TV ഒരുക്കിയിരിക്കുന്ന പ്രവാസി സംഗീതം എന്ന് പറഞ്ഞ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രവാസി സംഗീതത്തിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട ലിയയുടെ ജീവിതാനുഭവങ്ങളും ഈ ചെറിയ ജീവിതത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ സാക്ഷിയൊക്കെ നമുക്ക് ഏറ്റവും പ്രയോജനമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയായിട്ട് പങ്കെടുത്ത് നിങ്ങളുടെ താലന്തുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഹാർവസ്റ്റ് TV ഒരുക്കുന്നു. ഇനി അടുത്ത ആഴ്ച വേറൊരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ജീവിതത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.